നമ്മുടെ ഹൈറിച്ചിൽ പണം നിക്ഷേപിച്ച ആൾക്കാരുടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ്. വൻ കോമഡിയാണ് അവരുടെ കാര്യങ്ങൾ. അവരോട് പലവട്ടം നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കേസ് തുടക്കത്തിൽ ബഡ്സ് അതോറിറ്റി ഇത് പൂട്ടിയ സമയത്ത്, മാധ്യമങ്ങളിൽ ചർച്ചയായ സമയത്ത് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിപ്പോൾ കേസ് കൊടുക്കൂ, എങ്കിൽ നിങ്ങൾക്ക് പണം തിരിച്ച് കിട്ടും. നിങ്ങൾ വൈകും തോറും നിങ്ങളുടെ പണം നഷ്ടപ്പെടും. വൈകിയാൽ നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് പരിഹാസം മാത്രമായിരിക്കും. അവർ കേസ് രജിസ്റ്റർ ചെയ്യില്ല. അവർ നിങ്ങളെ പരിഹസിക്കും. കൂടുതൽ പരാതികൾ ഉണ്ടായി കഴിഞ്ഞാലും അവർ കേസ് എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് അതേ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പോലീസിൽ പരാതി കൊടുത്തപ്പോൾ അവരൊന്നും വലിയ രീതിയിൽ ഗൗനിക്കുന്നില്ല, കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള പരാതികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതൊരു വലിയൊരു കേസായിട്ട് പോലീസിന് തോന്നുന്നില്ല. ഇത് രണ്ടുപേരും കുറ്റക്കാരാണ്, ഇവർ ആർത്തിമൂത്ത് പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണ്, ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പോലീസ് പ്രതികരിക്കുന്നത്. എന്നാൽ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചില പോലീസ് സ്റ്റേഷനിലൊക്കെ കേസ് രജിസ്റ്റർ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെതിരെ നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. അപ്പോഴൊന്നും നിങ്ങൾ ഹൈറിച്ച് ലീഡർമാരുടെ ഭാഗത്ത് അവർ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ 15 ദിവസം 10 ദിവസം നീട്ടി അവരങ്ങനെ പറഞ്ഞിട്ടല്ലോ വരുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അവരെ വിളിച്ചാൽ കിട്ടുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ കേസ് മാറ്റിവെക്കുന്നത് അവർ തന്നെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇനി എങ്ങനെയാണ് പൈസ കിട്ടുക എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും വൈകിയാണെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങളുടെ പണം നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അത് ലീഡർക്ക് കൊടുക്കണോ, അല്ലെങ്കിൽ സർക്കാരിന് കൊടുക്കണോ, അല്ലെങ്കിൽ ഹൈറിച്ചിൻ്റെ മുതലാളിമാർക്ക് കൊടുക്കണോ എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇനിയും വൈകിട്ടില്ല, കേസ് കൊടുക്കുക. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, എങ്കിലും നിങ്ങൾ നിരന്തരം പോലീസിലും അതുപോലെ തന്നെ ജില്ലാ കളക്ടർക്കും പരാതി കൊടുക്കുക. 1-2 മാസത്തിനിടയ്ക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു ഏപ്രിൽ മെയ്യോടുകൂടി നമ്മുടെ കേസുകളൊക്കെ അവസാനിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആ ഒരു കേസിൻ്റെ ഗതി മനസ്സിലാക്കി പറയാൻ പറ്റുന്നത്. കേസ് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും, അല്ലെങ്കിൽ ആ പണം പോവും. അതാണ് ഇതിൻ്റെ അവസാനം. ബൈ.